യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. തിരുവചനത്തിൽ നിന്ന് ആത്മീയ ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 24-ാം സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം. സങ്കീർത്തനം 24:7. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ശ്രദ്ധിക്കുക, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മൾ ആരാധിക്കുന്ന ദൈവം, അവയെ സ്തോത്രം, ആ ദൈവത്തിന്റെ പാത പഴയ പാതയാണ്. ആ പഴയ പാതയിൽ കൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ആ മഹത്വത്തിന്റെ രാജാവ്, അവയെ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയുള്ളൂ. ആ പഴയ പാതയിൽ കൂടെ നടക്കാൻ ആ വചനം പറയുന്നത്, ആ പഴയ പാത എന്ന് പറയുന്നത്, അവയെ സ്തോത്രം, ദൈവം വെച്ചിരിക്കുന്ന ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യത്ത് നമുക്ക് ചേർക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, ആ ദൈവരാജ്യത്ത് നാം എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ, മഹത്വത്തിന്റെ രാജാവ് നമ്മുടെ അരികിൽ വരേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ആ പഴയ പാതകൾ നമുക്കൊന്ന് പിന്തുടരാം. ഇവിടെ വചനം പറയുന്നു, പണ്ടേയുള്ള കതകുകളെ ഉണർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. സത്യമാണ്, പണ്ടേയുള്ള കതകുകളാണ് ദൈവരാജ്യത്തിന്റെ കതകുകൾ എന്ന് പറയുന്നത്. അവയെ സ്തോത്രം, നാം ചെയ്യേണ്ടത് കർത്താവിന് ഇടം കൊടുത്ത് ആ യേശു നമ്മുടെ അരികിലേക്ക് കടന്നു വരട്ടെ. ആ യേശുവിനോടൊപ്പം ആ പണ്ടേയുള്ള കതകുകളിലേക്ക്, ആ ദൈവരാജ്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.